ലാലേട്ടൻ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരാളും ഉണ്ടാവില്ല. എല്ലാവർക്കും ജീവനായിരിക്കും ലാലേട്ടൻ. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. അതിലാ പാട്ട് ഇന്നും ദൂരെ കിഴക്കുതിക്കും മാണിക്യ ചെമ്പഴുക്ക. And all the new ones, of course, Drishyam and Tudurum and Lucifer. Not a big fan of Empuran. Not Bro Daddy. Not Bro Daddy, yes, definitely not Bro Daddy. മോഹൻലാലിന്റെ ഓർമ്മയെന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമില്ല, ഒരുപാടുണ്ട്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമെന്ന് സോമനോട് ചോദിക്കുന്നൊരു ഡയലോഗുണ്ട്. അത് ഭയങ്കര ഫീലിംഗ് വരുത്തുന്ന സംഭവമാണ്. എന്റെ എത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം പുള്ളിയുടെ എൻ്റെ ഉള്ളിക്കൊരു പറയാം, പുള്ളിയെ കണ്ടാൽ ഇഷ്ടപ്പെടുമല്ലോ. പുള്ളിയുടെ ആ ഒരു റൊമാൻസും ചിരിയും എല്ലാം നമുക്ക് ഇഷ്ടമാണ്. ലാലേട്ടന് ഇഷ്ടമാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമകളാണ് ലാലേട്ടൻ്റെ ഇറങ്ങാറുള്ളത്. എനിക്ക് മറ്റേ കിരീടത്തിലെ ഒരു ഡയലോഗ് ഇഷ്ടമാണ്. ജീവിതം കൈവിട്ടു പോകുന്ന കൂട്ടുകാരോട് പറയുന്ന ഹാർട്ട് ടച്ചിങ് ആയിട്ടൊരു ഡയലോഗ്. നീ പോ മോനെ ദിനേശ. മലയാള സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മുഖങ്ങളിൽ ആദ്യത്തേതിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഉണ്ടാവും അല്ലേ? നമുക്ക് എല്ലാവർക്കും ലാലേട്ടനെ പറ്റി പറയാൻ 100,000 കഥകളാണ്. ചില കഥകൾ കേട്ടു വന്നാലോ? മോഹൻലാലിന്റെ ഓർമ്മയെന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമില്ല, ഒരുപാടുണ്ട്, ഇഷ്ടംമാരുണ്ട്. ഏത് പറയണമെന്ന് തന്നെ ഒരു കൺഫ്യൂഷനാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുമ്പോൾ നരസിംഹമൊക്കെ നല്ല ഫിലിമുകളാണ്. ഇപ്പോൾ ദൃശ്യം 1ഉം 2ഉം 3 വെയിറ്റിങ്ങിലാണ്. എന്തുകൊണ്ടാണ് മോഹൻലാലിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? മോഹൻലാൽ ഒരു കഴിവുള്ളൊരു നടനല്ല. ഇപ്പോൾ ഒരുപാട് പേരുണ്ട്, മമ്മൂട്ടി ആയാലും പൃഥ്വിരാജ് ആയാലും ഒരുപാട് പേരുണ്ട്. എനിക്കൊരു വെറൈറ്റി ഉണ്ടാവും. ചിത്രം നല്ല മൂവിയല്ലേ. ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള സീൻ പറയാമോ? സീൻ എന്ന് പറയുന്ന ചിത്രം സിനിമയിൽ എന്താണ് ആ ഡയലോഗ്, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നൊരു ഡയലോഗ് ഉണ്ടായില്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമെന്ന് സോമനോട് ചോദിക്കുന്നൊരു ഡയലോഗുണ്ട്. അത് ഭയങ്കര ഫീലിംഗ് വരുത്തുന്ന സംഭവമാണ്. ആദ്യകാലത്തൊന്നും ലാലേട്ടനോടൊന്നും അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചില സിനിമകളിലൂടെ വന്ന് കണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടതാരമായി മാറി. അത് ബാലേട്ടന് ഇഷ്ടമാണ്, ചിത്രം ഇഷ്ടമാണ്. ബാലേട്ടൻ്റെ നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. ഏതെങ്കിലും ഒരു സീൻ അങ്ങനെ കരയിപ്പിച്ച ഏതെങ്കിലും സീനുണ്ടോ മോഹൻലാലിന്റെ സിനിമകളുണ്ടോ? ആ, മറ്റേ മാടമ്പി അതിൻ്റെ അമ്മയുടെ ഒരിത് പറയില്ലേ, ആ ഒരു ഇത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തതാ. ഇപ്പോഴും ഓർക്കാറുണ്ട്? ഇപ്പോഴും ഓർക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പടം. ഒന്ന് മാടമ്പി, പിന്നെ ഒന്ന് ചിത്രം, പിന്നെ ഒന്ന് മറ്റേ ഇത് തളവട്ടം. ലാലേട്ടൻ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരാളും ഉണ്ടാവില്ല. എല്ലാവർക്കും ജീവനായിരിക്കും ലാലേട്ടൻ. ചിത്രം, കിരീടം, ഒരുപാടുണ്ട്, ഭ്രമരം. ഒരു ഇമോഷണൽ സീനാക്കി അല്ലെങ്കിൽ ചേട്ടനെ കരയിപ്പിച്ചൊരു സിനിമയാണെങ്കിൽ എന്നെ കളിപ്പിച്ചത് കിരീടം കരയിച്ച്. കിരീടമാണ് ഇഷ്ടം. കിരീടമാണ് ഇഷ്ടം. ലാലേട്ടൻ ഒരു 5 സിനിമകൾ പറയാൻ പറഞ്ഞേ, ഏതൊക്കെയാ? വേഗം പറയാം. സ്ഫടികം, കിരീടം, പിന്നെ ചിത്രം, പിന്നെ ഭ്രമരം, പിന്നെ നമ്മുടെ ദൃശ്യം. ലാലേട്ടന്റെ ഏത് ജോണർ സിനിമകളാണ് ഇഷ്ടം? ആക്ഷനാണോ? ആക്ഷനാവുള്ള ഇഷ്ടം. സ്ഫടികം ഭയങ്കര ഇഷ്ടമാണ്. സ്ഫടികം ഭയങ്കര ഇഷ്ടമാണ്. സ്ഫടികം എപ്പോൾ കണ്ടാലും അത് പിന്നീട് കാണും. ഒരു സിനിമ ഡയലോഗ് ഓർത്തിരിക്കാനുള്ളത് ഏതായിരിക്കും ലാലേട്ടൻ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ പണിയാ. എന്നാലും നമ്മുടെ ഒരു എവർഗ്രീൻ ഡയലോഗ് ഉണ്ടാവല്ലോ. എനിക്ക് മറ്റേ കിരീടത്തിലെ ഒരു ഡയലോഗ് ഇഷ്ടമാണ്. ജീവിതം കൈവിട്ടു പോകുന്ന കൂട്ടുകാരോട് പറയണ അത് ഭയങ്കര ഇഷ്ടമാണ്. ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു ഡയലോഗ്. TP ബാലഗോപാലൻ MA, പിന്നെ അതുപോലെ ഈ കിരീടം, അതൊക്കെ വളരെ ഹൃദയസ്പർശിയായതാണ്. ലാലേട്ടൻ്റെ നല്ല അഭിനയം. പിന്നെ ഈ ദൃശ്യമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. നല്ല അവർ മത്സരിച്ചല്ലേ അഭിനയിക്കുന്നത്. പിന്നെ കാണാറുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്ത ഈ ദൃശ്യം 3 ഒന്നും കണ്ടിട്ടില്ല. അതിന് മുമ്പുള്ളതൊക്കെ പലതൊക്കെ കണ്ടിട്ടുണ്ട്. ഇറങ്ങാൻ പോകണം. ഒരുപാട് സീനുകളുണ്ട്. അതേപോലെ ലാലേട്ടൻ്റെ കിരീടത്തിലേക്ക്, അതുപോലെ തന്നെ പിന്നെ ഇറക്കി വിടണം അപ്പൻ ഇറക്കി വിടണം. എനിക്കെല്ലാം പേരോർമ്മയിട്ടുണ്ടെങ്കിലും അപ്പം മകനെ ഇറക്കി വിട്ടിട്ട് ഉള്ളൊരു സീനുണ്ട്, ഒരു പടമുണ്ട്. അതിലൊക്കെ വളരെ അല്ല, അത് നല്ലൊരു അഭിനയം. എനിക്ക് ആദ്യമൊക്കെ ജയൻ മരിച്ചപ്പോൾ കരഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. ജയൻ മരിച്ചിട്ട് ഒരുപാട് ദിവസങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന്. അതന്നത്തെ ആ അഭിനേതാവിനോട് നമ്മളെ ഹൃദയം പൊട്ടിച്ചേർന്നാണ്. അത് എല്ലാവരും പറയുന്ന ഡയലോഗാണ്, പോ മോനെ ദിനേശ. അതല്ലേ
ശരിയാണ്. ലാലേട്ടൻ്റെ ഒരു ഫേവറേറ്റ് മൂവി ഏതാണ്? പ്രിയപ്പെട്ട കിരീടം, കിരീടം തന്നെയാണ്. കിരീടം, ചെങ്കോല്, പിന്നെ ഡോക്ടറായിട്ടുള്ള മണിച്ചിത്രതായി നല്ല ക്യാരക്ടർ. Wishing Laletan a very happy birthday. Looking forward to watching Drishyam 3. What's your favorite movie? Oh, my favorite movie, Narudi Kattu, Akkare Akkare. Then late new movies, actually not so much. But I loved Thudarum. Then we watched, he's the one who remembers all the movies. I remember watching Kiridam back in engineering college. I was not a Malayali. I'm not a Malayali. But all my Malayali friends, they got a VH and they watched this film. It's a good film. Yeah, so I saw it way back. 5 movies about Laleta. And all the new ones, of course. Drishyam and Thudarum and Lucifer. Not a big fan of Empuran, but Lucifer was good. Yeah. That's all on top of my head. Not Bro Daddy. Not Bro Daddy, yes, definitely not Bro Daddy. He should not do that movies, but yeah. But others we love. I mean, he loved his romantic movies. We rewatched Chitram. Yeah, we rewatched it. കിരീടം കിരീടം. എല്ലാവരും കിരീടമാണല്ലോ പറയുന്നത്. അത് എന്തുകൊണ്ടാ മാത്രം കിരീടം? അത്രക്ക് നല്ല അഭിനയം പറഞ്ഞത്. ഒരു സീൻ പറയാമോ? അത്രയും ചേട്ടൻ ആ പാട്ട്, ആ കണ്ണീർ പൂവിന്റെ ആ പാട്ട് തന്നെ മതി. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി, ആ പാട്ട് മതി, അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എനിക്ക് ലാലേട്ടൻ്റെ സിനിമ, അതായത് ഒരു 80-90 കാലഘട്ടത്തിലുള്ള സിനിമയ്ക്കാണ് എനിക്ക് ലാലേട്ടൻ ഇഷ്ടപ്പെടും. കാരണം എൻ്റെ ഏജായില്ലേ. അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചിത്രം പുള്ളി അങ്ങോട്ട് കിടന്ന് ശരിക്കും ആടനാണ് അതിൻ്റെ അകത്തിരുന്നത്. അതിലാ പാട്ട് ഇന്നും ദൂരെ കിഴക്കുതിക്കും മാണിക്യച്ചമ്പഴുക്ക ഞാനിന്നെടുത്തു വച്ച് വെറ്റിയിലെത്താൻ പാട. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഇന്നും ഈ 60 വയസ്സായിട്ട് 10-25 വർഷമായി ആ സിനിമ ഞാൻ കണ്ടിട്ട് ഇപ്പോഴും നമ്മ ഇങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടക്കണം. ചേട്ടനെ കരയിപ്പിച്ചൊരു ലാലേട്ടൻ്റെ സിനിമ ഏതായിരിക്കും? അത് താളവട്ടം. ഏത് സീനാണ് കൂടുതൽ സങ്കടമായി? അതങ്ങനെ ഇപ്പം എനിക്കത് ഓർമ്മയിൽ വരുന്നില്ല. താളവട്ടത്തിലെ മിക്ക സീനുകളിലും പുള്ളി മനുഷ്യരങ്ങനെ കരയിപ്പിക്കണമല്ലോ. ആ, അതെനിക്ക് വ്യക്തമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് പറഞ്ഞു സാറേ ഒന്ന് ജീവിക്കാൻ അനുവദിക്കുമോ? ആ തൂക്കി കൊല്ലാൻ വിധിക്കൂലേ ആ സാർ? ദൃശ്യം എങ്ങനെയുണ്ട്? നല്ല ഫിലിമില്ലേ? നല്ല ആ, ഫിലിമാണ്. 3-ാം ഭാഗം വരാൻ പോകണം. അപ്പോൾ അത് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കാം ആ സിനിമ. ലാലേട്ടൻ്റെ ഫേവറേറ്റ് ഡയലോഗ് എന്ന് പറയാനായിട്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഡയലോഗായിട്ട് എല്ലാം ഡയലോഗ് തന്നെയല്ലേ ലാലേട്ടൻ്റെ. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. എന്ത് പറഞ്ഞാലും അത് പൊന്നാകണ ആളാണ് ലാലേട്ടൻ. മേഹും ഉസ്താദ്. ലാലേട്ടൻ്റെ ഇഷ്ടപ്പെട്ടൊരു സിനിമ വെച്ചത് ഏത് സിനിമയാണ്? വടക്കുന്നാഥൻ. ഒരുപാട് സിനിമകളുണ്ട് ഇഷ്ടപ്പെട്ട, നല്ല 6-ാം തമ്പുരാൻ, നരസിംഹം, എല്ലാം നല്ല സിനിമകളാണ്. ഇത് സവാരി, ഗിരിഗിരി, മോനെ ദിനേശ, അങ്ങനെ എല്ലാം ഉണ്ടല്ലോ. ഡയലോഗ് ഓരോ പടത്തിൽ ഓരോ രീതിയിലാണല്ലോ. ലാലേട്ടൻ്റെ ഫേവറേറ്റ് ഒരുപാടുണ്ട്. ചിത്രം, കിലുക്കം, അങ്ങനെ അവസാനം വന്ന നമ്മൾ ലൂസിഫർ, എമ്പുരാൻ എല്ലാം കണ്ടിട്ടുണ്ട്. പറയണമെന്ന് കിലുക്കം, മിന്നാരം, ഏഴോട്ടോ, പിന്നെ ഫേവറേറ്റ് പടം ഭരതം, തുടരും നല്ല പടമാണ്. മോനെ ദിനേശ. ദൃശ്യം 2 ഞങ്ങൾ ഫസ്റ്റ് തന്നെ കാണാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഇപ്പോൾ ലാലേട്ടൻ്റെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ലടാ, എല്ലാം നമുക്കിഷ്ടം തന്നെയാണ്. അങ്ങനെ ഇന്നതെന്ന് പറയാൻ പറ്റില്ല, ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ തന്മാത്ര എന്ന് പറയുന്നത്. നല്ല സിനിമ. ചേച്ചിയുടെ കുട്ടിക്കാലത്ത് ലാലേട്ടനെ കണ്ടുകൊണ്ട് ഇപ്പോഴും ലാലേട്ടനെ കാണും ഒരുപാട് സിനിമകളിലൂടെ. അതെ, മാറ്റം നമുക്ക് ഇപ്പോൾ ലാലേട്ടനെ കണ്ടാൽ നമുക്ക് ഒന്നും തോന്നില്ല. അന്ന് കണ്ട അതേ ലുക്ക് ഇപ്പോഴും നമുക്ക് അല്ലേ, നമുക്ക് ആ ചിത്രത്തിലൊക്കെ കണ്ട എല്ലാ അഭിനയവും നമുക്ക് നല്ലതല്ലേ. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് അഭിപ്രായം ഒന്നും പറയാനില്ല, പക്ഷെ എല്ലാം നല്ലത് തന്നെ. വൈശാഖ സന്ധ്യ അതിൻ്റെ ലിറിക്സ് എനിക്കറിയാമല്ലോ. ലാലേട്ടൻ്റെ എന്താ മറ്റേ തുണി പൊറിച്ചിട്ടുള്ള ആടുതോമ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലാലേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം? പുള്ളിയുടെ എന്താ പുള്ളിക്കൊരു എന്താ പറയുക, പുള്ളിയെ കണ്ടാൽ ഇഷ്ടപ്പെടുമല്ലോ. പുള്ളിയുടെ ആ ഒരു റൊമാൻസും ചിരിയും എല്ലാം നമുക്ക് ഇഷ്ടമാണ്. ലാലേട്ടന് ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടൊരു സിനിമ കുറേ സിനിമകളുണ്ടല്ലോ. നരനാണ് ഇഷ്ടം. എന്താ ഇഷ്ടം നരൻ? മനസ്സിൽ ഇഷ്ടപ്പെട്ടാണ്. എന്തുകൊണ്ട് ലാലേട്ടന് ഇഷ്ടം?
ചെറുപ്പം മുതലേ അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയി. ഇഷ്ടപ്പെട്ടു പോയി. ഒന്നും പറയില്ല. എന്ത് ഇഷ്ടമാണെന്നാണോ? ഇഷ്ടമാണ്. ലാലേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം എന്ന് പറയുന്നത് സ്പടികമാണ്. സ്പടികമാണ്. അത് കുഞ്ഞുനാളിൽ കണ്ട പടമാണത്. കുഞ്ഞിലെയും ഇപ്പോഴും ലാലേട്ടനെ കാണുമ്പോൾ വ്യത്യാസം എന്താ? വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര താടിയൊക്കെ വെച്ചു. പക്ഷെ പണ്ടത്തെ ഒരു ശരീരപ്രകൃതിയല്ലേ, കുറച്ച് വണ്ണൊക്കെ വെച്ച് താടിയൊക്കെ വെച്ചിട്ട് ആള് മാത്രമേ മാറിയിട്ടുള്ളല്ലേ? പക്ഷെ എന്നാലും എനിക്കിഷ്ടം പഴയ ലാലേട്ടനെ തന്നെയാണ്. 80s മുണ്ടൊക്കെ മടങ്ങി ലാലേട്ടൻ്റെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ മോനെ ദിനേശ് അതാണ് എല്ലാവരും പെട്ടെന്ന് ആദ്യം പറഞ്ഞു. സവാരി ഗിരിഗിരി അത് നല്ലതാണ്, നല്ല ഡയലോഗാണ്, കുഴപ്പമില്ല. എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമകളാണ് ലാലേട്ടൻ്റെ ഇറങ്ങാറുള്ളത്. മറ്റുള്ളവരായിട്ട് ഇടപഴകാനും മറ്റുള്ളവരായിട്ടുള്ള സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനും ഓരോ സിനിമാ ഫീൽഡിലല്ലാത്ത ഓരോ വ്യക്തികളായിട്ട് ഇടപഴകാനും ഒക്കെ ലാലേട്ടന് നല്ലൊരു കഴിവാണ്. അത് നല്ല ഭയങ്കര സ്നേഹമുള്ള ഒരു ഇതാണ്, ക്രൂരമായുള്ള ഒരു ഫേസൊന്നുമല്ല, നല്ല സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഫേസാണ്. കിരീടം, പിന്നെ ഒരുപാട് സിനിമകളുണ്ട്. ലാലേട്ടൻ്റെ പഴയ സിനിമകളോടാണ് താല്പര്യം. ഡയലോഗ് പറയുകയാണെങ്കിൽ ഡയലോഗിനോട് പറയുകയാണെങ്കിൽ ഞാൻ ഡയലോഗ് കിട്ടാനില്ല. പക്ഷെ മോഹൻലാലിൻ്റെ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ ഒരുപാട് പഴയ സിനിമകൾ കാണാറുണ്ട്. പക്ഷെ ഇപ്പോൾ പുതിയ പടത്തിനോട് വലിയൊരു ഇതില്ല. ലാലേട്ടനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പുള്ളിയുടെ ആ ജീവിത രഹസ്യം, ആ ശരീരത്തിൻ്റെ രഹസ്യം, ഇതൊക്കെ ഞങ്ങളോടൊപ്പമുള്ള ആളുകളോടൊന്ന് ഷെയർ ചെയ്യാം, ഞങ്ങൾക്ക് അതുപോലെ ആകാൻ വേണ്ടിയിട്ട്. ദൃശ്യം കണ്ടു, ദൃശ്യം 3 പ്രാവശ്യം കണ്ടു. 3 പ്രാവശ്യം കണ്ടോ? അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കാണാൻ തോന്നുന്ന മോഹൻലാലിന്റെ സിനിമ ഏതാ ചെയ്തത്? വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന സിനിമ? ഇല്ല, അത് ചെങ്കോലതിപ്പെട്ടാണ്. ഹാപ്പി ബർത്ത്ഡേ വിഷു ലാലേട്ട. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. നമ്മുടെ ലാലേട്ടന് എല്ലാവിധ ആരോഗ്യവും ആയുസ്സും ദീർഘായുസ്സും കൊടുക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ലാലേട്ടന് ഹാപ്പി ബർത്ത്ഡേ. ലാലേട്ടാ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. എല്ലാവിധ ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ലാലേട്ടാ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ടു ലാലേട്ടൻ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ലാലേ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട.